നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു ദിവസം രാവിലെ പെട്രോൾ പമ്പിൽ പോവുകയാണ്. പക്ഷേ അവിടെ നോക്കുമ്പോൾ പെട്രോളും ഇല്ല, ഡീസലും ഇല്ല. പക്ഷെ അതിന് പകരം 100% എത്തനോൾ ഫ്യൂൽ മാത്രമാണ് അവൈലബിൾ. ഇതൊരു സിനിമ കഥയല്ല, ഇത് ഒരു പക്ഷേ ഇന്ത്യയുടെ ഭാവി ഫ്യൂൽ തന്നെ ആകാം. കരിമ്പിൻ ജ്യൂസ് അല്ലെങ്കിൽ കരിമ്പിൻ്റെ സത്ത് കൊണ്ടുണ്ടാക്കപ്പെടുന്ന ഒരു ഫ്യൂൽ. അത് എത്രമാത്രം നമുക്ക് ഈ എൻവയറമെന്റ് ഫ്രണ്ട്ലി ആയിരിക്കുമോ, അല്ലെങ്കിൽ കർഷകർക്ക് എത്രമാത്രം അത് ഗുണം ചെയ്യും, ഇന്ത്യക്ക് ഇനി ക്രോസ് കറൻസി അല്ലെങ്കിൽ വേറെ വിദേശ ഫ്യൂൽസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് ഫ്യൂൽ നിർമ്മിച്ച് എടുക്കാനുള്ള ശേഷി കിട്ടുമോ, ഇതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ത്യയുടെ ഫ്യൂവൽ മൊത്തത്തോടെ ഒരു ചേഞ്ച് ഇനി വരാൻ സാധ്യതയുണ്ടോ? ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ലോകത്തിൻ്റെ ഒരു നിലവാരം വെച്ച് ഇത് ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ, അല്ല ഇതൊരു പരീക്ഷണം അടിസ്ഥാനം മാത്രമാണോ? അപ്പോൾ അത് അറിയണം മുമ്പേ നമുക്ക് ആദ്യമേ എത്തനോൾ എന്താണെന്ന് മനസ്സിലാക്കാം. എത്തനോൾ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ പ്യുവർ ആൽക്കഹോൾ ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ കുടിക്കുന്ന സ്പിരിറ്റോ വിസ്കിയോ വോഡ്കയോ അല്ല. അതിനെ ഫിൽട്ടർ ചെയ്ത് ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിലൂടെ കടത്തി മാത്രമേ അതിനെ ഒരു ആൽക്കഹോളാക്കി കുടിക്കാൻ നിലവാരത്തിലാക്കാൻ പറ്റൂ. അതേപോലെ തന്നെ ഫ്യൂൽ ആക്കണമെങ്കിൽ അതിനെ ഒരു കറക്റ്റായ ഒരു പ്രോസസ്സ് ചെയ്തിട്ട് മാത്രമേ അതിനെ ഫ്യൂൽ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് അവിടെ നടക്കുന്നത്. അല്ലാതെ ഇത് കുടിക്കാൻ പറ്റിയ ഒരു ആൽക്കഹോൾ അല്ല. അപ്പോൾ എത്തനോൾ ഉണ്ടാക്കുന്ന എന്ത് സാധനങ്ങൾ കൊണ്ട് എത്തനോൾ ഉണ്ടാക്കാം? അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഈ കൃഷിയിൽ ഉപയോഗിക്കുന്ന എന്ത് സാധനങ്ങൾ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഷുഗർ കെയിൻ എന്ന് വെച്ചാൽ നമ്മളെ കരിമ്പ്, അതേപോലെ മൊളാസസ്, ബ്രോക്കൺ റൈസ് എന്ന് വെച്ചാൽ കുത്തരി അരികൾ, പിന്നെ കൃഷി വേസ്റ്റുകൾ, പിന്നെ ചില സ്ഥലങ്ങളിൽ പുഷ്പങ്ങളുടെ വേസ്റ്റ് എന്ന് വെച്ചാൽ മരങ്ങളെ മൊത്തവും എന്തെങ്കിലും വെട്ടി അതിനെ ഇതാക്കി എടുത്ത് ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ്. എന്ന് വെച്ചാൽ ഇതൊരു ഒരു പ്രോസസ്സാണ്. ഇത് നോർമൽ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ എത്തനോൾ അതിൽ കൂടെയാണ് ഒരു പ്രോസസ്സ് ചെയ്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഫ്യൂൽ ആക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് ഇവർ കറക്റ്റായിട്ടുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്തൊരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചർ കറക്റ്റായ രീതിയിൽ ചെയ്താൽ മാത്രമേ ഇതൊരു ഫ്യൂവലായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്തനോൾ എന്താണെന്ന് ഞാൻ ഒരു ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് എത്തനോൾ ഉണ്ടാക്കാൻ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഈ എത്തനോളിൻ്റെ കഥ എവിടെ നിന്നാണ് ആരംഭിച്ചത് നമ്മൾ അറിയണം. ഇത് ഇന്നലെ ഒരു തുടക്കമല്ല. ഈ എത്തനോൾ കണ്ടുപിടിച്ചത് 1908 ഫോർഡ് മോഡൽ ടി കാറുകളിൽ ഈ കാറ് ഓട്ടിക്കാൻ ഉപയോഗിക്കുന്ന രീതിയിൽ എന്ന് വെച്ചാൽ എത്തനോളും പെട്രോളും ഉപയോഗിക്കുന്ന രീതിയിൽ കാറുകൾ അന്ന് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അവിടുത്തെ അന്നത്തെ രീതി എന്ന് പറയുന്നത് കർഷകർക്ക് മാക്സിമം അവരെ വിത്തുകൾ അല്ലെങ്കിൽ അവർ ഇത് ചെയ്യുന്ന അവരെ കർഷക വേസ്റ്റ് അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് അവർക്ക് മാക്സിമം അവർക്ക് ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റണം, അല്ലെങ്കിൽ സാമ്പത്തിക ശേഷി നന്നാവണം എന്ന് പറഞ്ഞിട്ടാണ് ഇത് ആദ്യമേ ഫോർഡ്, അത് ഇന്ത്യയിലല്ല അമേരിക്കയിലാണ് തുടങ്ങിയിരുന്നത്. അതിനുശേഷം നമ്മൾ പെട്രോള് വലിയ തോതിൽ കണ്ടെത്തിയപ്പോഴത്തേക്ക് ഇതിന് പെട്രോൾ കണ്ടെത്തിയപ്പോൾ ഇതിന് വലിയ തോതിലുള്ള റിഫൈനറീസും പെട്രോളിയം കമ്പനികളും മുമ്പോട്ട് വന്ന് പെട്രോളിൻ്റെ വില കുറഞ്ഞപ്പോൾ പതുക്കെ ഈ എത്തനോൾ എന്ന് പറഞ്ഞ സംഭവം ബാക്കിലേക്ക് പതുക്കെ അത് പിന്മാറി. കാരണം അത് ഈ പെട്രോളിൻ്റെ വില കുറവായതുകൊണ്ട് എല്ലാവരും ഇതിൻ്റെ ഇടയിൽ എന്ന് വെച്ചാൽ ഒരു 1970 പെട്രോൾ പ്രതിസന്ധി വന്നപ്പോഴത്തേക്ക് വീണ്ടും ലോകത്തൊട്ടാകെ മിക്ക കൺട്രീസും എത്തനോളിലേക്ക് വീണ്ടും തിരിഞ്ഞു നോക്കി. എത്തനോൾ ആയിരിക്കണം എന്ന് അവർ കരുതി. കാരണം എത്തനോളിലായിരിക്കും അവരെ ഫ്യൂൽ ഇരിക്കുന്നത്. കാരണം ഇടയ്ക്ക് പ്രതിസന്ധി വന്നപ്പോഴത്തേക്ക് പെട്രോളിയം കിട്ടാതെ ആയപ്പോഴത്തേക്ക്
ഇവർക്ക് പുതിയ സ്രോതസ്സുകൾ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കണ്ടെത്താതിരുന്നപ്പോഴത്തേക്ക് അന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോൾ ഇവർ എത്തനോളിലേക്ക് വീണ്ടും പോയിരുന്നു. അപ്പം ഇതിന് അന്ന് ബ്രസീലും അമേരിക്കയും പോലെ ഇന്നും പല രാജ്യങ്ങളും എത്തനോൾ ഉപയോഗിക്കുന്നുണ്ട്, എത്തനോൾ ഫ്യൂൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇന്നലെ തുടങ്ങിയതല്ല ഈ എത്തനോളിൻ്റെ ഒരു ഇത്. ഇന്ത്യയിൽ ഇനി ഇപ്പം ഇതിൻ്റെ ഒരു രീതിയിലേക്ക് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഗവൺമെൻറ് ഇപ്പോൾ സ്റ്റെപ്സ് ഒക്കെ എടുത്ത് BS6 വണ്ടികളെല്ലാം E20 നിലവാരത്തിലുള്ള വണ്ടികൾ ഉണ്ടാക്കണം എന്നുള്ള ഇതിലേക്ക് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുകയാണ്. അതാണ് നടന്നത്. അപ്പോൾ ഇന്ത്യക്ക് എന്തിനാണ് എത്തനോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ്. നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ 90% നമ്മൾ വിദേശത്ത് നിന്ന്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എണ്ണയാണ്. അപ്പോൾ അതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിദേശ നാണയങ്ങൾ കൊടുത്തിട്ടാണ് നമ്മൾ അത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തിൻ്റെ നാണയങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്ത്, നമ്മൾ വിദേശത്തിലേക്ക് ഡിപ്പെൻഡ് ചെയ്താണ് ആഗോള എണ്ണ വിലയിൽ ആശ്രയിച്ചാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരപ്പോഴത്തേക്ക് സംഭവം വരപ്പോഴത്തേക്ക് എണ്ണ വില ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്രോളിൻ്റെ വില ഉയരും, ഗതാഗതത്തിൻ്റെ പൈസ ഉയരും, അതേപോലെ സാധനങ്ങൾക്ക് വില കയറും. അങ്ങനെ പല പ്രശ്നങ്ങളും നമുക്കറിയാം. എല്ലാത്തിനും വില കയറും. വില കയറണമെന്നാൽ പണപ്പെരുപ്പം കൂടും. അപ്പോഴത്തേക്ക് സർക്കാർ ആ ടൈമിനാണ് ഇവർ ചിന്തിക്കുന്നത്, നമുക്ക് സ്വന്തമായിട്ട് ഒരു ഫ്യൂവൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂലേ എന്ന് ഇവർ ചിന്തിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് ഫ്യൂവൽ, കാരണം ഇത്രയും ഇപ്പോൾ യുദ്ധങ്ങൾ ഇത് നടന്നെങ്കിൽ ഇവർ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആണ്. എന്നാലും നമുക്കെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് എത്ര കാലം ഇനി നീണ്ടു പോകുമെന്ന് ഗവൺമെന്റിന് പോലും പറയാൻ പറ്റൂല. കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫ്യൂവൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. നമ്മളെ കൺട്രി റൺ ചെയ്യുന്നത് തന്നെ ഫ്യൂവൽ മറ്റ് രാജ്യങ്ങളിലുള്ള ഫ്യൂവൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു പദ്ധതിയിലേക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാനിങ് അവർ ചെയ്തുകൊണ്ട് എത്തനോളിലേക്ക് മാറാനുള്ള ഒരു ഇതിലേക്ക് അവർ ചിന്തിക്കുന്നത്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആണ് സംഭവം എത്തനോളിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഇപ്പൊ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പേ ഇല്ലാത്ത ഇമ്പോർട്ടൻസ് എന്തുകൊണ്ട് വന്നെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി എത്തനോൾ എന്തുകൊണ്ടാണ് പെട്രോളിനെ കാട്ടി ഡിഫറെന്റ് എന്ന് ചെയ്യുന്നത്. ഓയിൽ, ഈ പെട്രോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫോസിൽ ഫ്യൂവലാണ്. ഫോസിൽ ഫ്യൂവൽ ഭൂമിയുടെ അടിയിൽ നിന്ന് തുരന്ന് എടുത്ത് അത് ഫോസിൽ ഫ്യൂൽ ഉണ്ടാവണമെങ്കിൽ കുറേ വർഷങ്ങൾ എടുക്കണം. വർഷം ഒരു ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുക്കപ്പോഴാണ് ഫോസിൽ ഫ്യൂൽ ഡിപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. അതേപോലെ പക്ഷെ എത്തനോൾ എന്ന് പറയുന്നത് ജൈവ വേസ്റ്റേജ് അല്ലെങ്കിൽ ജൈവ കൃഷിയിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എത്തനോൾ. അപ്പോൾ ഇത് രണ്ട് വ്യത്യാസമാണ്. ഈ എത്തനോൾ എന്ന് പറഞ്ഞ ഒരു അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ആണ്. പ്ലാന്റ്സ് ഉപയോഗിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് എന്ന് വെച്ചാൽ എൻവയറമെന്റിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് പ്ലാന്റ് ഒബ്സോർബ് ചെയ്യുകയെന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്നിട്ട് ജൈവവളമായിട്ട് എത്തനോളായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് റിലീസ് ചെയ്യുന്നത് കാർബൺ ഡയോക്സൈഡ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് പെട്രോളിയത്തിൻ്റെ എമിഷനെ കാട്ടി കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഗ്രീൻ ഹൗസ് എഫക്ട്സ് ഇതിൽ കുറവായിരിക്കും. പക്ഷേ എന്ന് പറഞ്ഞാൽ എത്തനോൾ ടോട്ടലി എൻവയറമെന്റ് ഫ്രണ്ട്ലി ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്ന്, ഇത് എത്രമാത്രം ഒരു പ്ലാന്റ് ഗ്രോ ചെയ്യാൻ വേണ്ടി എത്രമാത്രം വെള്ളം എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇതിന്റെ പ്രൊഡക്ഷൻ ഇത് കൂട്ടപ്പോഴത്തേക്ക് നമ്മൾ അത്രയും വെള്ളം വേണം ഈ എത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യാനും പ്ലാന്റ്സ് ഗ്രോ ചെയ്യാനുള്ള വെള്ളം. അതേപോലെ എത്രമാത്രം ഡീഫോറസ്റ്റേഷൻ ചെയ്ത് കളയും. കാരണം ഈ എത്തനോൾ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് ജൈവ ഇത് വേണം. അപ്പോൾ ഇത് ഷുഗർ കെയിൻ മാത്രമല്ല, പല രീതിയിലും ഇത് ജൈവ സസ്യങ്ങൾ വെച്ച് ഉപയോഗിക്കാൻ പറ്റും. സസ്യങ്ങൾ. അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ട്.
പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞ രീതിയിലുള്ള വെള്ളം മാത്രം ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഇത് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ വേണ്ടി ഇതും ഫ്ലെയിമബിൾ തന്നെയാണ്. അതിപ്പോ നമ്മൾ കണക്കിലെടുക്കേണ്ട കാണില്ല, കാരണം നമ്മൾ പെട്രോൾ ഇതിനെക്കാട്ടി ഫ്ലെയിമബിൾ ആണ്. അപ്പൊ അതും ട്രാൻസ്പോർട്ടേഷന് പിന്നെ ഇത് എന്ന് വെച്ചാൽ ഇതിനും പോരായ്മകളുണ്ട്. എന്നാൽ ഈ പറഞ്ഞ രീതിയിലുള്ള പെട്രോളിയത്തിൽ ഉണ്ടാവുന്ന അത്രയും ദോഷഫലങ്ങൾ പ്രകൃതിയിലോ ബാക്കി ജീവജാലങ്ങൾ ഇത് ഉണ്ടാക്കുന്നില്ല. പക്ഷെ എത്രമാത്രം വെള്ളം ഇത് പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, കാരണം അത് ചിലപ്പം ഇത് ബാധിക്കാം, എൻവയറമെന്റിൽ ബാധിക്കാം, കാരണം ഇതിന്റെ വെള്ളമാണ് മെയിൻ ഒരു സംഭവം. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് E10, E20, E85, E100 ഇതെന്തരാണ്? E10 എന്ന് വെച്ചാൽ 10% എത്തനോളും 90% പെട്രോളും ആയിരിക്കും. അത് നോർമലി നമുക്ക് വണ്ടികൾക്ക് ഡാമേജ് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല. നമ്മൾ 10% എത്തനോൾ മിക്സ് ചെയ്ത് നമ്മളിപ്പോഴും ഓൾറെഡി അത് ഉപയോഗിക്കുന്നുണ്ട്. E20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20% എത്തനോളും 80% പെട്രോളും ആണ്. അതിന് ആണ് വണ്ടി കുറച്ചുകൂടെ നല്ല രീതിയിൽ E20 അനുയോജ്യമായിട്ട് ബിൽഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് BS6 എന്ന് പറഞ്ഞ വണ്ടികൾ ഇറങ്ങുന്ന വണ്ടികളെല്ലാം E20 കംപ്ലൈൻറ്റ്, അല്ലെങ്കിൽ നിങ്ങളെ പെട്രോളിൻ്റെ സൈഡിൽ അപ് ടു E20 ഫ്യൂവൽ അതിൽ ഉപയോഗിക്കാവുന്ന സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതാണ് E20. അപ്പോൾ E85 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 85% എത്തനോളും ബാലൻസ് ഉള്ളത് പെട്രോളുമാണ്. പക്ഷെ അതിൽ ഫ്ലെക്സ് ഫ്യൂവൽ എന്ന് പറഞ്ഞ് നമ്മൾ പ്രത്യേകതരം വണ്ടി ഒരു മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. കാരണം ഫ്യൂവൽ അതിൻ്റെ ഇഞ്ചിൻ്റെ പല കോമ്പണൻസും, റബ്ബർ കോമ്പണൻസും പ്ലാസ്റ്റിക് കോമ്പണൻസിലൊക്കെ മാറ്റം വരുത്തിയാൽ മാത്രമേ ഈ E85 ഫ്യൂവൽ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ അതിൽ നിലവിൽ ഒരു വണ്ടി മാത്രമേ മാർക്കറ്റിൽ ഇറങ്ങാനുള്ള പ്രൊഡക്ഷനിൽ വന്നിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, കേട്ടതാണ്, ഇതിൽ കണ്ടതാണ്. അത് വാഗണാർ, മാരുതി സുസുക്കിയുടെ വാഗണാർ മാത്രമാണ് ഫ്ലെക്സ് ഫ്യൂവൽ വണ്ടി നിലവാരത്തിൽ ഇറക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇറക്കിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരാണ് ഓടുന്നുണ്ട്, അവർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. E100 എത്തനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എത്തനോളാണ്, അതിൽ പെട്രോൾ ഇല്ല. പക്ഷെ അങ്ങനെ നമ്മൾ ഫ്യൂവൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ വണ്ടിയുടെ കംപ്ലീറ്റ് ഫ്യൂവൽ സിസ്റ്റം മൊത്തവും അതിൻ്റെ നമ്മളെ എൻജിൻ, അവൻ്റെ ഫ്യൂവൽ ടാങ്ക് എല്ലാം നമ്മൾ അതിന് അനുയോജ്യമായ രീതിയിൽ മാനുഫാക്ചർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് E10, E20, E85, E100 എത്തനോൾ അല്ലെങ്കിൽ പറയുന്ന സംഭവം. ഇപ്പം ഇനിയുള്ള ഒരു ചോദ്യം എന്ന് വെച്ചാൽ E100 ഫ്യൂവല് നമ്മൾ ഉടൻ നിലവിൽ വരുമോ, അല്ലെങ്കിൽ അതിൽ കംപ്ലീറ്റ്ലി നമ്മൾ മാറുമോ എന്നുള്ള ചോദ്യത്തിന് ഉടനെ പറ്റത്തില്ല. കാരണം ഇതിന് ഒരുപാടുണ്ട്. ഒന്ന്, ഈ എത്തനോൾ പ്രൊഡക്ഷൻ വളരെ മാസീവായിട്ട് നടത്തേണ്ടി വരും. പിന്നെ അതിനനുസരിച്ചുള്ള പ്രൊഡക്ഷൻ യൂണിറ്റ്സുകൾ എന്ന് വെച്ചാൽ ഈ ഉണ്ടാക്കുന്ന കമ്പനികൾ, മാനുഫാക്ചറിങ് കമ്പനികൾ ഇത് ഒരുപാട് നമ്മൾ ഇന്ത്യക്കകത്ത് കൊണ്ടുവരേണ്ടി വരും ഫുൾ 100% എത്തനോളിലേക്ക് മാറണമെങ്കിൽ. ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും വരണം. കാരണം എന്ന് വെച്ചാൽ ഇത് എത്തനോള് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിന് പറ്റിയ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വരണം. കാരണം എന്ന് വെച്ചാൽ ഈ പെട്രോൾ പമ്പ്സിൻ്റെ മണ്ണിൻ്റെ അടി കുഴിച്ചിട്ടിരിക്കുന്ന ടാങ്കുകളെല്ലാം എത്തനോൾ റിലയബിൾ ആയിരിക്കണം. കാരണം എത്തനോളിൽ വെള്ളത്തിൻ്റെ അംശമുള്ളതുകൊണ്ട് ഇതിൽ തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മൾ ഈ കൊണ്ടുവരുന്ന ടാങ്കേഴ്സ് അതെല്ലാം കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യേണ്ടി വരും. പിന്നെ ലാർജ് സ്കെയിലിൽ ഫ്ലെക്സ് ഫ്യൂവൽ അഡോപ്ഷൻ ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനെ സ്വീകരിക്കണമെങ്കിൽ അതിന് ഡെഡിക്കേറ്റഡ് ആയ ഫ്യൂവൽ ഫ്ലെക്സ് കാറുകൾ അല്ലെങ്കിൽ എഞ്ചിനുകൾ അല്ലെങ്കിൽ അതിനെ കൺവെർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഉപാധി നമുക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഇങ്ങനെ പെട്ടെന്ന് 100% എത്തനോളിലേക്ക് മാറാൻ പറ്റും. കാരണം നിലവിൽ ഇപ്പം E100 മാറാൻ സാധ്യത പറ്റാത്തതെന്ന് വെച്ചാൽ ഒരുപാട് വണ്ടികൾ E20 തന്നെ കമ്പാറ്റബിൾ അല്ല. അപ്പോൾ പഴയ വണ്ടികൾ ഒന്നെങ്കിൽ ഫുള്ളായിട്ട് എടുത്ത് കളയണം. അപ്പോൾ അത്രയും ജനങ്ങൾക്ക് പൈസ ലോസ് ആണ്. അപ്പം അതൊന്നും ആരും ചെയ്യത്തില്ല. അപ്പോൾ
ഇവിടെ വേണ്ടെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ കൺവെർഷൻ കിറ്റ് ഗവൺമെന്റ് വലിയ രീതിയിൽ പ്രൊഡക്ഷൻ ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ അതേപോലത്തെ ഉള്ള ഇഞ്ചിൻസ് സപ്ലൈ ചെയ്യേണ്ടി വരും, സബ്സിഡി കൊടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപാധി കൊടുത്ത്. അങ്ങനെ മാത്രമേ ഇത് ഒരു സ്പീഡപ്പ് ആയിട്ട് നടത്താൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് ഒരു ലോങ് ടേം പ്രോസസ്സായിട്ട് പോകും. അപ്പോൾ ഈ കൺവെർഷൻ കിറ്റിനെ കുറിച്ചൊന്നും ഈ സംഭവം ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഒരുപാട് പേര് കണ്ടുപിടിച്ചിട്ടുണ്ട്, സ്റ്റാർട്ടപ്സ് ഉണ്ട്, പക്ഷേ ഇതുവരെ എടുക്കാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ലൈവായിട്ട് ഒരുപാട് ഫീഡ് സ്റ്റോക്സ് എന്ന് വെച്ചാൽ നിങ്ങൾ അതിന് ഈ ഇത്രയും എത്തനോൾ ഉണ്ടാക്കണമെങ്കിൽ തന്നെ അത്രയും ഏരിയ ലാൻഡ് നമുക്ക് അഗ്രികൾച്ചറിന് വേണം, ഈ ഷുഗർ കെയിനും ഇതും ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി. കാരണം ഇന്ത്യക്കകത്ത് എത്രയോ കോടിക്കണക്കിന് വണ്ടികൾ ഇപ്പൊ തന്നെ ഓടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇത് വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ സഡൻലി ഇത് ഈ 100 എത്തനോളിലേക്ക് മാറണമെങ്കിൽ തന്നെ അതിന് സ്കെയിലിലുള്ള ഒരു അഗ്രികൾച്ചർ, ഷുഗർ കെയിൻ, മൊളാസസ് ആയാലും ബ്രോക്കൺ അരി ആയാലും ഇതെല്ലാം നമ്മളതിൽ ഉണ്ടാക്കാൻ വേണ്ടി ലാൻഡ്, ഫാർമേഴ്സ്, ഇതിനൊക്കെ വില്ലിങ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ അവരെ ട്രെയിൻ ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് കൃഷിയോടുള്ള അടുപ്പം കൊണ്ട് ഇപ്പം എല്ലാം നിങ്ങൾക്കറിയാം മോഡേൺ ടെക്നോളജിയിലേക്ക് പോകുമ്പോഴത്തേക്ക് ആർക്കും ഈ കൃഷിയിലായിട്ടേക്കുള്ളൊരു മാറാനുള്ള ഒരു ടെൻഡൻസി കുറവാണ് ന്യൂ ജനറേഷന്. അപ്പോൾ അതിനുള്ള ടെക്നോളജിക്കലി അല്ലെങ്കിൽ ഹൈബ്രിഡ് കൃഷികൾ അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ ഈ 100 ഈ എത്തനോളിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പൊ ഉടനെ ഈ 100 എത്തനോളിലേക്ക് മാറാനുള്ള ചാൻസ് കുറവാണ്. അത് ഒരു വലിയ ഇപ്പൊ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് അത് ഒരു വലിയ ഒരു എന്താ പറയുന്നത്, ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു മിഷനാണത്. അപ്പൊ അത് നടപ്പിലാക്കണമെങ്കിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇനി ഇതിൽ കുറച്ച് ചോദ്യങ്ങൾ ഇനിയും ബാക്കി നിൽപ്പുണ്ട്. അപ്പൊ ആ ചോദ്യങ്ങൾ ഒന്നൊന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇന്ത്യക്ക് ഇത്രയും എത്തനോൾ ഉണ്ടാക്കാനുള്ള ഒരു കപ്പാസിറ്റി ക്ഷമത ഇപ്പം ഉണ്ടോ? അത് നമുക്ക് ഫാർമേഴ്സിന് അല്ലെങ്കിൽ വെള്ളത്തിന് അല്ലെങ്കിൽ നമ്മളെ ഫുഡിന് എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഇത്രയും എത്തനോളുകൾ മാസീവായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇന്ത്യക്ക് ഉണ്ട്. ഇത്രയും ഈ ഷുഗർ കെയിൻ അല്ലെങ്കിൽ വേറെ കൾട്ടിവേഷൻ ചെയ്യാനുള്ള ഗ്രൗണ്ട് വാട്ടർ നമ്മളിൽ അവൈലബിൾ ഉണ്ടോ? പിന്നെ ഫാർമേഴ്സിന് ഇത് ട്രൂലി ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? ഇപ്പൊ ഇത്രയും നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ ഗുണം ഫാർമേഴ്സിന് കിട്ടണം, അത് കിട്ടുന്നുണ്ടോ? അപ്പൊ അതിന്റെ കൂടാതെ നമുക്ക് ഫ്യൂവലിന്റെ പ്രൈസ് ചീപ്പർ ആവാൻ പറ്റുമോ? കാരണം ഇവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഫ്യൂവലിന്റെ പ്രൈസ് ചീപ്പർ ആവുമെന്നാണ്. അപ്പൊ അതിനനുസരിച്ച് ഫ്യൂവലിന്റെ പ്രൈസ് ചീപ്പ് ആവുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. റിയൽ വേൾഡിൽ ഈ എത്തനോൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആക്ച്വലി ഇത് എൻവയറമെന്റിൽ എത്രമാത്രം ഗുണകരം ആയിരിക്കും അല്ലെങ്കിൽ എത്രമാത്രം എൻവയറമെന്റ് പൊല്യൂഷൻ കുറയ്ക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ഇതിൽ ചോദ്യമുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു ചോദ്യങ്ങൾ ബാലൻസ് നിൽപ്പുണ്ട്. അപ്പൊ അത് നടക്കുമോ? പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ എത്തനോളിലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോഴത്തേക്ക് ഈ ഉണ്ടാവുന്ന മോട്ടോർ വെഹിക്കിൾസിന്റെ സ്ക്രാപ്പുകൾ ഇതെന്തരാവും? ഇത് എങ്ങനെയാ ഇവർ മാനേജ് ചെയ്യാൻ പോണത്? ഇപ്പൊ സഡൻലി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ലോസസ് സംഭവിക്കാം. അപ്പൊ അത് എങ്ങനെയാ ഇവർ ഹാൻഡിൽ ചെയ്യുന്നത്? ഈ എത്തനോളിലേക്ക് മാറപ്പോൾ ഇത് ആർക്കാണ് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്? ഈ ഉണ്ടാക്കുന്ന കമ്പനിയാണോ, കൺസ്യൂമർ ആണോ, ഫാർമർ ആണോ, അല്ലെങ്കിൽ ഓവറോൾ ഇന്ത്യയിൽ എന്തുമാത്രം അത് നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും നമുക്ക്? കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ എത്തനോൾ ഇപ്പം ഇതൊക്കെയാണ് ഇനിയുള്ള ചോദ്യങ്ങൾ. അപ്പൊ അതിൻ്റെയും കൂടെ ഇത് നമുക്കത് മനസ്സിലാക്കണം. അപ്പൊ ഇത് ഇന്നിപ്പോ ഞാൻ വീഡിയോ ഇത്രയും ഞാൻ പറഞ്ഞ ഇതിൽ നിർത്തുകയാണ്. അപ്പൊ ഈ എത്തനോൾ ലാസ്റ്റ് ഒരു പോയിന്റ് നിങ്ങൾ നോക്കില്ല, എത്തനോൾ എന്ന് പറഞ്ഞ ഫ്യൂവല് ഒരു പക്ഷേ ഇത് സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം, ഇപ്പം ഈ നമ്മൾ വണ്ടികൾ മാത്രമല്ല, ഇതിൽ ജനറേറ്ററുകൾ, പല ജനറേറ്റർ ഇപ്പോൾ ഹാളില്, മോളില്, തിയേറ്ററിൽ പലയിടത്ത് ജനറേറ്ററുകൾക്ക് മാത്രം ഫ്യൂവൽ കൊടുക്കാൻ പറ്റും. അതേപോലെ
നമ്മളെ ഇലക്ട്രിസിറ്റിയിൽ നമുക്ക് ഫ്യൂൽ ഇത്രയും ചീപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർ. നമ്മൾ കോളിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കോൾ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ട്. അതേപോലെ ഈ യുറേനിയം, ഐസോട്ടോപ്പ്, തോറിയം, ഇങ്ങനെ കുറേ ഈ ന്യൂക്ലിയർസ് കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്, തെർമൽ എനർജി. അപ്പൊ അതിന് പകരം കൂടെ ഇതൊരു സൊല്യൂഷനാണ്. ഇത് ഒരു പക്ഷേ സക്സസ് ആയാൽ, അപ്പൊ ഇതാണ് നമ്മളെ ഇന്നത്തെ ചിന്ത വെക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഇതിന് രണ്ട് തലത്തിൽ ഫൈറ്റ് ഉണ്ട്. ഒന്ന്, ഇത് ഓക്കെ ആണോ അല്ലെങ്കിൽ ഇത് ശരിയാവോ ഇല്ലേ, ഇത് വരും. പക്ഷെ എനിക്ക് ഇത് അങ്ങനെയല്ല. ഇത് സക്സസ് ആവുകയാണെങ്കിൽ ഇത് രാജ്യത്തിന് മാത്രം നമുക്ക് എന്തുമാത്രം ഗുണം ചെയ്യും, സാധാരണ ആൾക്കാർക്ക് ആ ഗുണം എവിടം വരെ എത്തും എന്നാണ് നമ്മൾ നോക്കേണ്ടത് ഇവിടെ. അപ്പൊ ഇത് ഇങ്ങനെ വരപ്പോഴത്തേക്കും നമുക്ക് ഫ്യൂവൽ, കാറിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ മാത്രമല്ല, നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ എനർജി, കാരണം നമ്മൾ ജനറേറ്റർ മേടിച്ചങ്ങ് ഉപയോഗിച്ചാൽ പോരെ. ഈ ഫ്യൂവൽ എടുത്ത് ഇത്രയും ചീപ്പറായിട്ട് നമുക്ക് കിട്ടപ്പോഴത്തേക്കും നമ്മൾ ജനറേറ്റർ ആയിരിക്കും ഒരു പക്ഷേ നമുക്ക് ഏറ്റവും വില കുറഞ്ഞ ഒരു ചീപ്പർ ഫ്യൂവൽ ഓപ്ഷൻ എനർജി ഉണ്ടാക്കാൻ വേണ്ടി. ഇപ്പൊ നമ്മൾ സോളാറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഇതും ഒരു ഓപ്ഷൻ ആയിട്ട് മാറാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇതിൻ്റെ ബാലൻസ് കൂടെ ഞാൻ ടൈം കിട്ടപ്പോൾ ഞാൻ എടുത്ത് ചെയ്യും. അപ്പോൾ അതുവരെ ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചിന്തിക്കുക. കാരണം നിങ്ങളെ ചിന്തയും നിങ്ങളെ കമൻസും ഒരു പക്ഷേ ഈ കമ്പനികൾക്കോ ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപയോഗിക്കുന്നവർക്ക് അവരാ ചിന്തയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റണവരുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.